ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് നോർമൽ ഫോം. ഫസ്റ്റ് നോർമൽ ഫോം ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഒരു റിലേഷൻ സെക്കൻഡ് നോർമൽ ഫോമിലാകണമെങ്കിൽ അവിടെ വരുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഒരു റിലേഷൻ ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം. അതായത് ഫസ്റ്റ് നോർമൽ ഫോമിൽ എന്താണ് പറയുന്നത്? അതായത് ഒരു ടേബിളിലുള്ള ഓരോ ആട്രിബ്യൂട്ടിന്റെയും വാല്യൂസ് എന്ന് പറയുന്നത് അറ്റോമിക് വാല്യൂസ് ആയിരിക്കണം. അതാണ് ഫസ്റ്റ് നോർമൽ ഫോമിന്റെ കണ്ടീഷൻ. ഒരു ടേബിൾ സെക്കൻഡ് നോർമൽ ഫോമിലാകണമെങ്കിൽ ആ ഒരു ടേബിൾ ആദ്യം ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം. പിന്നീട് പറയുന്നത് എന്താന്ന് വെച്ചാൽ അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടാകാൻ പാടില്ല. പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്താണ് മീൻ ചെയ്യുന്നത്? Partial dependency means if a non-prime attribute can be determined by the part of the candidate key in a relation is called partial dependency. അതായത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു റിലേഷൻ പറയുകയാണ്, റിലേഷൻ എ ബി സി. അതായത് ഒരു റിലേഷനിലുള്ള 3 ആട്രിബ്യൂട്ട്സ് ആണ് എയും ബിയും സിയും. ഇവിടത്തെ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് എ ബി ആണ്. ഇനി എന്താണ് പ്രൈം ആട്രിബ്യൂട്ട്, എന്താണ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്? പ്രൈം ആട്രിബ്യൂട്ട് എന്താന്ന് വെച്ചാൽ കാൻഡിഡേറ്റ് കീയുടെ പാർട്ടായിട്ട് വരുന്ന ആട്രിബ്യൂട്ട്സിനെയാണ് പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടത്തെ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് എ ബി ആണ്. പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എയും ബിയും. അതായത് കാൻഡിഡേറ്റ് കീയുടെ പാർട്ടായിട്ട് വരുന്ന ആട്രിബ്യൂട്ട്സിനെയാണ് പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്താണ്? അതായത് കാൻഡിഡേറ്റ് കീയുടെ പാർട്ടായി വരാത്ത ആട്രിബ്യൂട്ട്സിനെയാണ് നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടത്തെ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് എ ബി ആണ്. കാൻഡിഡേറ്റ് കീയുടെ പാർട്ടായിട്ട് വരാത്തത് സി ആണ്. സി ആണ് ഇവിടത്തെ നോൺ പ്രൈം ആട്രിബ്യൂട്ട്. പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്താ പറയുന്നതെന്ന് വെച്ചാൽ എ നോൺ പ്രൈം ആട്രിബ്യൂട്ട് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ദി പാർട്ട് ഓഫ് ദ കാൻഡിഡേറ്റ് കീ. അതായത് ഇവിടത്തെ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് എ ബി ആണ്. എ ബിയുടെ പാർട്ട് എന്ന് പറയുമ്പോൾ എ ഡിറ്റർമിൻസ് സി. ഇങ്ങനെ ഒരു ഡിപ്പെൻഡൻസി നമ്മൾ പറയുകയാണെങ്കിൽ ഇതാണ് ഒരു പാർഷ്യൽ ഡിപ്പെൻഡൻസിക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് പാർട്ട് ഓഫ് ദ കാൻഡിഡേറ്റ് കീ, എ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീയുടെ ഒരു പാർട്ടാണ്. എ ഡിറ്റർമിൻസ് സി. സി എന്ന് പറയുന്നത് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ്. അതായത് കാൻഡിഡേറ്റ് കീയുടെ പാർട്ട് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡിപ്പെൻഡൻസിയെയാണ് പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബി ഡിറ്റർമിൻ സി, ഇതും ഒരു പാർഷ്യൽ ഡിപ്പെൻഡൻസിക്ക് എക്സാമ്പിൾ ആണ്. അതായത് ഇവിടെ ബി എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീയുടെ പാർട്ടാണ്. ബി ഡിറ്റർമിൻസ് എ നോൺ പ്രൈം ആട്രിബ്യൂട്ട്. ഇത് രണ്ടുമാണ് പാർഷ്യൽ ഡിപ്പെൻഡൻസിക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് നോർമൽ ഫോമിന്റെ കണ്ടീഷൻ നോക്കാം. അതായത് സെക്കൻഡ് നോർമൽ ഫോം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു റിലേഷൻ സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കണമെങ്കിൽ അത് ആദ്യം ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം. അതുപോലെ തന്നെ അവിടെ ഒരു തരത്തിലുള്ള പാർഷ്യൽ ഡിപ്പെൻഡൻസിയും വരാൻ പാടില്ല. പാർഷ്യൽ ഡിപ്പെൻഡൻസി വരാൻ പാടില്ല അതെന്താണ് മീൻ ചെയ്യുന്നത്? അതായത് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആയിരിക്കണം എക്സിസ്റ്റ് ചെയ്യേണ്ടത്. ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് ഈ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു എ ബി എന്ന് പറയുന്നതാണ് ഇവിടത്തെ കാൻഡിഡേറ്റ് കീ. എ ബി ഡിറ്റർമിൻസ് സി എന്നൊരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എഴുതുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയാം. അതായത് എ ബി എന്ന് പറയുന്നതാണ് ഇവിടത്തെ കാൻഡിഡേറ്റ് കീ. എ ബി ആണ് ഇവിടത്തെ ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഡിപ്പെൻഡൻസിയെയാണ് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഒരു റിലേഷൻ സെക്കൻഡ് നോർമൽ ഫോമിലാകണമെങ്കിൽ അവിടെ ആദ്യം ആ ഒരു റിലേഷൻ ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം. അതുപോലെ തന്നെ അവിടെ ഒരു പാർഷ്യൽ ഡിപ്പെൻഡൻസിയും വരാൻ പാടില്ല. ഇനി ഈ ഒരു പാർഷ്യൽ ഡിപ്പെൻഡൻസിയെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തരികയാണ് എ ഡിറ്റർമിൻസ് ബി. ഇത് പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? അതായത് LHS എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീയുടെ പ്രോപ്പർ സബ്സെറ്റ് ആയി വരണം.
അതുപോലെ തന്നെ RHS എന്ന് പറയുന്നത് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടും ആകണം. ഈ രണ്ട് കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്താൽ അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടെന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് LHS ഈസ് ദ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ കാൻഡിഡേറ്റ് കീ ആൻഡ് RHS ഈസ് ദ നോൺ പ്രൈം ആട്രിബ്യൂട്ട്, then it shows a partial dependency. If any one condition fails, then it will not be a partial dependency. ഇവിടെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഇല്ലെന്ന് നമുക്ക് പറയാം. ഇതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു റിലേഷൻ RABCD എന്ന് പറയുന്ന റിലേഷൻ സെക്കൻഡ് നോർമൽ ഫോമിലാണോ അല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. സെക്കൻഡ് നോർമൽ ഫോമിലാകണമെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള പാർഷ്യൽ ഡിപ്പെൻഡൻസിയും വരാൻ പാടില്ല. ഇവിടുത്തെ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് AB ആണ്. സോ ഇവിടുത്തെ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് A, B. നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് C, D. അതായത് പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീയുടെ പാർട്ടായിട്ട് വരുന്ന ആട്രിബ്യൂട്ട്സും നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീയുടെ പാർട്ടായി വരാത്ത ആട്രിബ്യൂട്ട്സ്. ഇനി ഓരോരോ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആയിട്ട് നമുക്ക് ഇവിടെ എഴുതി നോക്കാം. AB ഡിറ്റർമിൻസ് C. ഈ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എടുക്കുകയാണെങ്കിൽ ഇവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് LHS എന്ന് പറയുന്നത് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് കാൻഡിഡേറ്റ് കീ ആണോ എന്ന് നോക്കാം. അതായത് ഇവിടുത്തെ LHS എന്ന് പറയുന്നത് AB ആണ്. സോ ഇത് കാൻഡിഡേറ്റ് കീയുടെ പ്രോപ്പർ സബ്സെറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആയി. നമ്മൾ പറഞ്ഞു പാർഷ്യൽ ഡിപ്പെൻഡൻസി ചെക്ക് ചെയ്ത് നോക്കുന്നതിന് രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് LHS എന്ന് പറയുന്നത് പ്രോപ്പർ സബ്സെറ്റും ആയിരിക്കണം, RHS എന്ന് പറയുന്നത് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടും ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടാവൂ. സോ ഇവിടെ എന്താണ്, ആ ഒരു ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ഫോൾസ് ആയി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് പാർഷ്യൽ ഡിപ്പെൻഡൻസി ഫോളോ ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എടുക്കാം. C ഡിറ്റർമിൻസ് D. ഇവിടെ C എന്ന് പറയുന്നത് ABയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണോ? അല്ല. സോ ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആയി. ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതും പാർഷ്യൽ ഡിപ്പെൻഡൻസി അല്ല. ഇനി മൂന്നാമത്തെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എടുക്കാം. അതായത് B ഡിറ്റർമിൻസ് D. B എന്ന് പറയുന്നത് ABയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണോ? യെസ്. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ D എന്ന് പറയുന്നത് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണോ? യെസ്, അതും ട്രൂ ആയി. സോ രണ്ട് കണ്ടീഷനും ട്രൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ്. സോ ഈ ഒരു റിലേഷനിൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് സെക്കൻഡ് നോർമൽ ഫോമിലല്ല. സോ ഇതെല്ലാമാണ് സെക്കൻഡ് നോർമൽ ഫോമിൽ വരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.